മറ്റു മതസ്ഥരായ സഹോദരന്മാരും സഹോദരിമാരും അതിന് സാക്ഷ്യം വഹിക്കുന്ന സമയമാണ്. ഒരു കാലത്ത് ഈ ദേശത്ത് ജനിച്ചു വളർന്ന് പാർത്ത് കൊട്ടാരക്കര പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പിതാവിനെ ഇന്നും ഈ ജനം മുഴുവനും ഓർക്കുന്നുവെങ്കിൽ, ഈ ഇടവകയും നാനാമതസ്ഥരായ സഹോദരങ്ങൾ ഓർക്കുന്നുവെങ്കിൽ എത്രമാത്രം ദൈവികമായ സാന്നിധ്യം ആ പിതാവിന്റെ മധ്യസ്ഥയിൽ നിന്ന് ലഭിച്ചുവെന്നത് തെളിവാണ്. ഓരോ വർഷവും ഈ പിതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന എണ്ണം പെരുകി വരുന്നു എന്നത് നമുക്ക് സാക്ഷ്യത്തിന്റെ അനുഭവമാണ്. അവർക്ക് ലഭിക്കുന്നതായ ദൈവകൃപയുടെ നിഴലുകളാണ് അപ്രകാരം വർദ്ധിച്ചു വരുന്നതായ വിശ്വാസ സമൂഹങ്ങൾ. ആ ദൈവത്തിന്റെ കൃപയായി തുടർന്നും വരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുവാനും വ്യക്തിപരമായി നമുക്ക് ലഭ്യമാകേണ്ടതായ ചില സ്വാർത്ഥ താല്പര്യങ്ങളെ കുറിച്ച് ഉള്ളതായ ഓർമ്മകളും ഒക്കെയാണ് നമ്മെ ഓരോരുത്തരെയും ഭരിക്കുന്നത്. ഇനി ദേവാലയത്തിൽ ഈ പുണ്യവാന്റെ ഓർമ്മയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും അത് തന്നെയാണ് ഭരിക്കപ്പെടുന്നത്. എനിക്ക് ഇന്നതെല്ലാം ലഭ്യമാകണം, ഈ പുണ്യവാന്റെ മധ്യസ്ഥത അഭയപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്നതെല്ലാം ലഭ്യമാകണം എന്നതായ ഓർമ്മപ്പെടുത്തലും നീണ്ട ലിസ്റ്റുകളുമാണ് നമ്മെ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഒന്ന് മനസ്സിലാകണം, പെരുന്നാളുകളും ഓർമ്മകളും ഉണ്ടാകുമ്പോൾ അവരെങ്ങനെയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് നൽകുമെന്നൊക്കെ വേണം അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സാക്ഷ്യം എന്ന് പറയുന്നത്. അഞ്ചലച്ചനെ സംബന്ധിച്ച് സന്യാസത്തിന്റെ അനുഭവവും സ്നേഹത്തിന്റെ കരുതലുമായിരുന്നു ആ പിതാവിനുണ്ടായിരുന്നുവെങ്കിൽ നമ്മിലും വളരേണ്ടതായ സാഹചര്യം അത് തന്നെയാണ്. എന്താണ് ആ പിതാവ് ക്രിസ്തുവിനോട് ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ ഇടയായ സാഹചര്യങ്ങൾ? ആ സാഹചര്യങ്ങളോട് നമുക്ക് എത്രമാത്രം പ്രതിബദ്ധത പുലർത്തുവാൻ സാധിക്കുന്നുണ്ട്? ആ സാധ്യതകൾ എന്റെയും തലമുറകളിലേക്ക് കൊണ്ടുവരുവാൻ എന്നിലൂടെ സാധ്യമാകുന്നുണ്ടോ? ആ ഓർമ്മകളും ആ നിശ്ചയങ്ങളുമായിരിക്കണം പെരുന്നാളിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മിലുണ്ടാകുന്നത്. നമുക്ക് ലഭ്യമാകേണ്ട അനുഗ്രഹങ്ങളല്ല, ഈ ലോകം വെച്ച് നിൽക്കുന്നതായ സൗഭാഗ്യങ്ങളല്ല, ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിനോട് നമുക്ക് നൽകുവാൻ സാധിക്കുന്ന സ്നേഹവുമായിരിക്കണം നമ്മുടെ ഓരോരുത്തരെയും ഭരിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടു പോരേണ്ടതും. ആ സാധ്യതകൾ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തു സ്നേഹവും ക്രിസ്താനുഭവവും ഈ ദേശത്ത് പരക്കുകയുള്ളൂ. ഇന്ന് പലപ്പോഴും ക്രിസ്തു സ്നേഹത്തെ പകരുമ്പോൾ വേദനകളും സഹനങ്ങളും ഉടപ്പിറപ്പായി ലഭിക്കാറുണ്ട്. നീ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ ക്രിസ്തു കാണിച്ചിരുന്ന കുരിശിന്റെ മാർഗവും ആ സഹനത്തിന്റെ മാർഗവും ഒരിക്കൽ പോലും പുറകോട്ട് വലിക്കുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകും. കുരിശുകളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ, പീഡനങ്ങളും നൊമ്പരങ്ങളും ഉണ്ടാകുമ്പോൾ ആ കുരിശിന്റെ സ്നേഹം പകരുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അവൻ നൽകിയ കൃപകളിലേക്ക് നടക്കുവാനും സാധിക്കണം. ആ സാധ്യതകളെ കുറിച്ചാണ് ഇന്നത്തെ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധനായ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പറയുകയാണവിടെ, ഞാൻ വന്നിരിക്കുന്നത് സമാധാനമല്ല, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സമാധാനമല്ല, വാളാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ക്രിസ്തുവിനോട് ചേരുമ്പോൾ, ക്രിസ്തു സ്നേഹത്തോട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്നതായ മാറ്റങ്ങളെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഈ ലോകം വെച്ച് നിൽക്കുന്ന സമാധാനമോ ഈ ലോകം നൽകുന്നതായ അനുഭവങ്ങളോ അല്ല, ഇതിൽ അകന്നു പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മിൽ ഉണ്ടാകുന്നത്. ഇന്ന് പലപ്പോഴും നമുക്ക് ആ സ്നേഹത്തെ പിൻപറ്റുമ്പോൾ ഈ ലോകം വെച്ച് നീക്കുന്നതായ ചില നന്മകൾ, ആ നന്മകളെ ഉപേക്ഷിക്കുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ഈ ലോകത്തിന്റെ ചില നന്മകൾ, ആ നന്മകളെ അല്ലെങ്കിൽ ഈ ലോകം നൽകുന്നതായ ചില അനുഭവങ്ങൾ, ആ അനുഭവങ്ങളെ ഒരിക്കലും നമുക്ക് മറക്കുവാനോ മാറ്റി നിർത്തുവാനോ സാധ്യമാകുന്നില്ല. കർത്താവ് പറയുന്നുണ്ട്, ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദുഃഖം തോന്നാം.
ദൈവമേ, നീ സ്നേഹമാണെന്ന് വിശ്വസിക്കുകയും നീ വെളിച്ചമാണെന്ന് പറയുകയും നീ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ പകരുകയും ചെയ്തവനായിട്ടും നീ എന്തുകൊണ്ടാണ് ബന്ധങ്ങളുടെ തകർച്ചകളെ കുറിച്ച് സംസാരിക്കുന്നത് തോന്നാം? എന്നാൽ ബന്ധങ്ങളുടെ തകർച്ചകളല്ല, ഈ ലോകത്ത് നമുക്ക് അധികമായി എന്തിനോടാണോ ഭ്രമമുള്ളത് അതിനെ മാറ്റുവാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിൽ ഉണ്ടാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട അഞ്ചലച്ചനും നമുക്ക് നൽകിയതായ മാതൃക അത് തന്നെയാണ്. ചിലതിനെ ഉപേക്ഷിച്ച് സ്വസ്ഥമായി ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാൻ ധൃതി കൂട്ടിയ പിതാവാണ് പുണ്യവാനായ അഞ്ചലച്ചൻ. നമ്മ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മെ സംബന്ധിച്ച് ലോകത്തിന്റെ അനുഭവങ്ങള്, ലോക കൃപകള്, ക്രിസ്തുവിന്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യമാകും. പറയാണ്, അപ്പോഴാണ് സാധ്യമാകുന്നവൻ പലതിനെയും ഉപേക്ഷിക്കേണ്ടി വരുന്നത്. ഇന്നലെ നമ്മുടെ സാന്നിധ്യമായി എന്തെല്ലാം കൂടപ്പിറപ്പായി ഉണ്ടായിരുന്നോ അതിനെയൊക്കെയും ഉപേക്ഷിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. ചിലപ്പോൾ പാപാനുഭവങ്ങളായിരിക്കാം, കൊണ്ടു നടക്കുന്ന ചില രഹസ്യ പാപങ്ങളാകാം, ചില വേദനകളാകാം, ചില മുറിവുകളാകാം, ചില അകർച്ചകളാകാം. അവയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തു സ്നേഹത്തെ പകർന്നു കൊടുക്കുവാനും സാധ്യമാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വെളിച്ചമാകണമെന്ന്. ഇരുളിൽ വസിക്കുന്നവന് വെളിച്ചമാകുവാനുള്ള നിയോഗവും വെളിയുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഭാവം നൽകിയിരിക്കുന്നത്. അത് സാധ്യമാകുന്ന പറയുകയാണ്, നീ ഈ ലോകത്തെ ഉപേക്ഷിക്കുവാനും കുരിശെടുത്തുകൊണ്ട് നിൽക്കുന്നാലെ വരുവാനും സാധ്യമാകണമെന്ന്. രണ്ടാമത് ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോഴും ഒന്ന് മനസ്സിലാക്കണം, കർത്താവിന് എന്നോടെന്തോ പറയുവാനുണ്ടായിരുന്നു. രോഗത്തിന്റെ അനുഭവത്തിലാണെങ്കിൽ കർത്താവിന് നമ്മൾ സംസാരിക്കുവാൻ ഇടയാകുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കുക? നമ്മുടെ ജീവിതത്തിൽ രോഗമുണ്ടാകുമ്പോൾ, ദുർഘടമായ വേദനകൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങളും നൊമ്പരങ്ങളും ഉണ്ടാകുമ്പോൾ ആ സഹനാനുഭവവും നൊമ്പരവും ക്രിസ്തുവിനോട് ചേരുവാനുള്ള വെളിയും സാക്ഷ്യവുമാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മാറി നടക്കുവാൻ സാധ്യമാകുക? എങ്ങനെയാണ് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകുക? പറയുന്നത്, നിങ്ങൾ കുരിശെടുത്തുകൊണ്ട് എന്നെ പിന്നാലെ വരട്ടെയെന്ന് ബോധിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നു, നമുക്ക് ഇവിടെ പാർക്കാം, നീ താഴെ യെരൂശലേമിലേക്ക് പോകണ്ട, ചില സഹനങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, സാത്താനെ ദൂരെ പോകുക എന്നാണ് കർത്താവ് പറയുന്നത്. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ ദൈവമേ എന്ന് വിളിച്ച് എന്റെ പുണ്യാളച്ച എന്ന് പറഞ്ഞ് ഈ ദേവാലയത്തിലേക്ക് വരുവാനും മുട്ടുകുത്തുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധ്യമാകണമെങ്കിൽ ആ സഹനങ്ങൾ എന്റെ ക്രിസ്തുവിനോട് ചേരുവാനുള്ള നിയോഗമാണെന്ന് ബോധ്യമുണ്ടാകുമ്പോഴാണ്. അല്ലായെങ്കിൽ നിരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മൂന്നാമതാവ് പറയാണ്, അപ്രകാരം നീ ക്രിസ്തുവിന്റെ വഴിയെ യാത്ര ചെയ്യുകയാണെങ്കിൽ, ക്രിസ്തുവിന്റെ പന്ഥാവിനെ അന്വേഷിച്ച് നീ യാത്ര ചെയ്യുമ്പോൾ നിന്നിലുണ്ടാകുന്നതായ നിയോഗബോധത്തെ കുറിച്ച് പറയും. 3 പേരെ പരിചയപ്പെടുത്തുകയാണ്. പറയാണ്, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെയാകുന്നു സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവനോ എന്റെ പിതാവിനെ സ്വീകരിക്കുന്നു. ആ വാക്യം വായിച്ച് പറഞ്ഞതിന് ശേഷം കർത്താവ് പറയാണ്, നിങ്ങൾ ആരെല്ലാം ആയിത്തീരണമെന്ന്. ഒന്ന്, കർത്താവ് പറയുകയാണ് പ്രവാചക ദൗത്യത്തെ കുറിച്ച്. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ അനുയായിയായി നിനക്ക് ജീവിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ സഹനങ്ങളും നൊമ്പരങ്ങളും ഉണ്ടാകും. നീ ഒറ്റപ്പെട്ടു പോകും, അടിയേൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ നിയോഗബോധത്തിൽ നിനക്ക് പ്രവാചക ദൗത്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് നിനക്ക് മാറി നടക്കുക? പ്രവാചകനാരായിരുന്നു? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജനമധ്യയിൽ നിന്ന് വിളിച്ചു പറഞ്ഞവരായിരുന്നു പ്രവാചകന്മാർ. എന്താണ് ദൈവത്തിന്റെ ആഗ്രഹം, എന്താണ് ദൈവം കൽപ്പിക്കുന്നത്, അതനുസരിച്ച് ജീവിക്കുവാൻ ജനത്തെ പ്രബോധിപ്പിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ. അവർ ആഹ്വാനം ചെയ്യുന്നവരായിരുന്നു പ്രവാചകന്മാർ. യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ടല്ലോ, നീ പാപം ചെയ്തുവെന്ന് രാജാവിന്റെ സന്നിധിയിൽ പോലും നിന്നുകൊണ്ട് തന്റെ ശബ്ദത്തിൽ ഉറച്ച ശബ്ദത്തിൽ പറയുവാൻ സാധിക്കുന്ന ആ പ്രവാചകർക്ക് ഓരോ പ്രവാചകന്മാരുടെ ജീവിതം അപ്രകാരമായി ജനത്തിന്റെ മധ്യേ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി
സംസാരിക്കുന്നവനാണ് പ്രവാചകന്മാർ. ചിലപ്പോൾ അത് കുടുംബാന്തരീക്ഷത്തിലാകും, സഭാ ശുശ്രൂഷ മേഖലകളിലായിരിക്കും. അതുമല്ലെങ്കിൽ ഈ ദേശത്തിന്റെ സമൂലമായ വളർച്ചയ്ക്ക്, ആത്മീയമായ വളർച്ചയ്ക്ക് എടുക്കുന്ന ചില നിലപാടുകളായിരിക്കും. ആ നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയാണ് അഞ്ചലക്ഷൻ. അതുകൊണ്ടാണ് ഇന്നും ആ പിതാവിനെ ഓർക്കുന്നതും ഈ പിതാവിന്റെ ഓർമ്മയിൽ അനേകർ അഭ്യപ്പെടുന്നത്. രണ്ടാമതോ പറയുകയാണ് നീതിമാനായ മനുഷ്യനെ കുറിച്ച്. നീതിമാനായ മനുഷ്യരാണ് അവന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നത്, ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നവനാണ് നീതിമാൻ. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, അവൻ നീതിമാനായിരുന്നുവെന്ന്. പിതാവാം ദൈവം അവനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവന്റെ ജീവിതയാത്രയിൽ അനുഭവിച്ച നൊമ്പരങ്ങളുടെ മധ്യേ അവസാനം അവൻ പറയുന്നുണ്ട്, ഇന്നലെ വരെ നിന്നെക്കുറിച്ച് ഓർമ്മ മാത്രമായിരുന്നു, ഇന്ന് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നുവെന്ന്. ഇവിടെയാണ് നീതിമാന ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് ഓർക്കുന്നതായ ആ പുണ്യവാനും അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതവും അപ്രകാരം ക്രമീകൃതമായിരുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും അനേക സാക്ഷിയായി അനേക സാക്ഷികളുടെ മരണത്തെ സ്വീകരിക്കുവാനും സാധിച്ചത് ആ നീതിമാനായ അനുഭവത്തിലൂടെ കടന്നുപോയതുകൊണ്ടാണ്. മൂന്നാമതാവ് പറയുകയാണ് ശിഷ്യത്വത്തിന്റെ വിലയെ കുറിച്ച്. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി നമുക്ക് തോന്നാം. എന്നാൽ മരുഭൂമിയിലുള്ള യാത്രയിൽ അല്പം വെള്ളം എന്ന് പറയുന്നത് അവന് ജീവന്റെ വിലയാണ്. ജീവനെ കൊടുക്കുവാൻ തയ്യാറാകുന്നവരാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിഷ്യനാകുന്നത്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു, നമ്മുടെ രണ്ട് സഹോദരിമാർ അനുഭവിച്ച പ്രയാസങ്ങൾ. ജീവനെ കൊടുക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ചേരുമെന്ന് മനസ്സിലാക്കി. ചില സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് കാരണമായി പലതായി അവർക്കുണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. അതൊരിക്കലും നിഷേധിക്കുവാൻ സാധ്യമാകില്ല. ആരെല്ലാം എതിർത്ത് പറഞ്ഞാലും, ആരെല്ലാം ഏതെല്ലാം മേഖലയെ കൂടി എതിർക്കുവാനും അകറ്റുവാനും ശ്രമിച്ചാലും ക്രിസ്തു സ്നേഹം ഒരിക്കലും നശിച്ചു പോകുകയില്ല. പറയുന്നതോടെയാണ് നീ മരണത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകണമെന്ന്. ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഇതില്ല. ഇന്ന് പലപ്പോഴും നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ സമയം ഞാൻ ഈ ദേവാലയത്തിൽ വന്നാൽ എനിക്കെന്ത് ലാഭം? ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചാൽ എനിക്കെന്ത് ലാഭം? പറയുകയാണ്, നീ എന്തെല്ലാമാണോ അപേക്ഷിക്കുന്നത് അവയൊക്കെയും 30,000, 60,000, 100,000 ഫലമായി നിന്റെ ജീവിതത്തിലുണ്ടാകുന്നു. പ്രിയമുള്ളവരെ, 5 ലക്ഷത്തിന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. അന്ന് കുടുംബത്തെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈ ദേശത്തെ ഉപേക്ഷിച്ച് എന്റെ നിലപാടോട് ചേർന്ന് നിന്നപ്പോൾ ദുഃഖമുണ്ടാക്കിയവരുണ്ടാകും, ദുഃഖിതരായവരുണ്ടാകും. എന്നാൽ ഇന്ന് അനേകർക്ക് സാക്ഷ്യമാകുവാൻ ആ പിതാവിന്റെ ഓർമ്മ അനുഭവവേദ്യമാകുന്നുവെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്യം എത്രയോ അർത്ഥവത്താണ്. നിനക്ക് നഷ്ടമാകുന്നെല്ലാം തിരികെ ലഭിക്കുന്നുണ്ട്. ഈ ലോകത്ത് തന്നെ പീഡകളും സഹനങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നിന്റെ ജീവിതത്തിൽ ക്രിസ്തു സ്നേഹം ഒരിക്കലും നശിച്ചു പോകുകയില്ല. പ്രിയമുള്ളവരെ, ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ നമ്മിലും ചിന്തിക്കേണ്ടതവിടെയാണ്. മുമ്പന്മാരായ പലരും ബിംബന്മാരും, ബിംബന്മാരായ പലരും മുമ്പന്മാരായി തീരുമെന്ന് നമ്മൾ വിശ്വസിക്കുക. 3 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ പെരുന്നാൾ സംബന്ധിക്കുന്നത്? ജീവിതത്തിൽ ക്രിസ്തുവിനെ ഉയർപ്പിക്കുവാൻ, ജീവിതാനുഭവങ്ങളിൽ ക്രിസ്തുവിനെ നൽകുവാൻ സാധ്യമാണ്. രണ്ടാമത്, അപ്രകാരം സാധ്യമാകണമെങ്കിൽ ജീവിതാനുഭവങ്ങളിൽ ഇന്നലെ വരെ ഞാൻ കൊണ്ടു നടന്ന എന്തെല്ലാമാണോ അതെല്ലാം എനിക്ക് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഇത് സാധ്യമാകണമെങ്കിൽ പറയുകയാണ്, നീ നിന്റെ സഹനങ്ങളെ സ്നേഹിക്കണമെന്ന്. നിന്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറയുന്ന അർത്ഥം സഹനങ്ങളെ സ്നേഹിക്കണമെന്ന്. മൂന്നാമത്, അപ്രകാരം സഹനങ്ങളെ സ്നേഹിക്കുകയും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുകയും ചെയ്യുന്നവന് ലഭ്യമാകുന്ന നിയോഗങ്ങളെ കുറിച്ചാണ്. ചിലപ്പോൾ പ്രവാചക ദൗത്യമായിരിക്കും. ഈ സമൂഹത്തിൽ ധൈര്യത്തോടെ ക്രിസ്തുവിന് വേണ്ടി നിലവിളിക്കുന്നവരാകും, ക്രിസ്തു സ്നേഹത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാകും. രണ്ടാമത്, തന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന സ്നേഹത്തിന്റെ അനുഭവമുള്ളവനാണ്. മൂന്നാമത്, അവരന് വേണ്ടി മരിക്കുവാൻ, എൻ്റെ സഹോദരന് വേണ്ടിയല്ല, അവരന് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്ന
ആ വിശാല മനസ്സ് ഉള്ള വ്യക്തിയാണ്. ഇന്ന് പലപ്പോഴും ഇടുങ്ങിയ മനസ്സിന് അധിപന്മാരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇടുങ്ങിയ മനസ്സല്ല, വിശാലമായ മനസ്സ്, സഹോദരനെ സ്നേഹിക്കുവാൻ, സ്വീകരിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്നവനാണ്. ആ സാധ്യതകൾ ഉണ്ടാകുന്നവന് പറയാണ് അവൻ കർത്തൃസന്നദ്ധിയിൽ എന്നും ഓർമ്മപ്പെടും, അവൻ ഓർക്കപ്പെടും. പ്രിയമുള്ളവരെ, ആ ഓർമ്മയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഉണ്ടാകുന്നത്. സാധ്യമാകട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാഗ്ദാനം അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ